തിയറി, പരിണാമ സിദ്ധാന്തം എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് നോക്കാം. ഏറ്റവും ആദ്യത്തെ എവല്യൂട്ട് അല്ലെങ്കിൽ പരിണാമത്തിൽ ഏറ്റവും ആദ്യം ഉടലെടുക്കുന്ന ഒന്നിനെ മഹത് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ദ ഗ്രേറ്റ് എന്ന് പറയുന്നത്. മഹത് എന്ന് പറയുന്നത് ഇതൊരു സങ്കല്പമാണ്, നമുക്ക് കോൺക്രീറ്റ് ആയിട്ടൊന്നും കാണാൻ കഴിയുന്നൊരു വസ്തുവല്ല. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ തന്നെ ഫിലോസഫിക്കലായിട്ട് തന്നെ ഒരു ഐഡിയോളജിക്കലായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. മഹത്ത് എന്ന് പറയുന്ന ഒരു സങ്കല്പം അല്ലെങ്കിൽ മഹത്ത് എന്ന് പറയുന്ന ഗ്രേറ്റ് എന്ന് പറയുന്ന ഒരു ഇവല്യൂട്ട് ആണ് പരിണാമ സിദ്ധാന്തത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രകൃതിയുടെ പരിണാമത്തിൽ ആദ്യം രൂപപ്പെടുന്നത്. അതിനെ കോസ്മിക് ആസ്പെക്റ്റിൽ അല്ലെങ്കിൽ പ്രാപഞ്ചികമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് മഹത്തെന്ന് വിളിക്കാം. സൈക്കോളജിക്കൽ, അതായത് നമ്മുടെ ഇൻഡിവിജ്വലായിട്ടുള്ള നമ്മൾ വ്യക്തിപരമായിട്ടുള്ള ഒരു കൗണ്ടർ പാർട്ടായിട്ട് നമ്മൾ അതിനെ നോക്കുകയാണെങ്കിൽ നമുക്കതിനെ ബുദ്ധി എന്ന് വിളിക്കാം. ഇപ്പോൾ നമുക്കെല്ലാം ബുദ്ധി എന്താണെന്ന് അറിയാം. ആ ബുദ്ധിയുടെ ഒരു കോസ്മിക് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ആസ്പെക്റ്റിനെയാണ്, പ്രാപഞ്ചികമായിട്ടുള്ളൊരു അവസ്ഥയാണ് മഹത്തെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ അത് കോൺസെപ്ച്വൽ ലെവലിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പ്രായോഗിക ലെവലിൽ അത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കോൺസെപ്ച്വൽ ലെവലിൽ മനസ്സിലാക്കേണ്ടതാണ്. പ്രായോഗിക ലെവലിൽ നമുക്ക് ബുദ്ധി എന്താണെന്ന് പെട്ടെന്ന് പിടികിട്ടും. കാരണം ബുദ്ധി എനിക്കുള്ളതാണ്. ആ ബുദ്ധിയുടെ ഒരു കോസ്മിക് ആയിട്ടുള്ള ആസ്പെക്റ്റിനെയാണ് സാഖ്യ ഫിലോസഫി അല്ലെങ്കിൽ പ്രാപഞ്ചികമായിട്ടുള്ളൊരു ഭാഗത്തെ കാഴ്ചപ്പാടിനെയാണ് സാഖ്യ ഫിലോസഫി മഹത് എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ മഹത്ത് എന്ന് പറയുന്നത് വളരെ സട്ടിൽ നേച്ചറാണ്, നിഗൂഢമായിട്ട്. സട്ടിൽ എന്ന് പറയുമ്പോഴത്തേക്കും നിഗൂഢമായിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള ഒരു നേച്ചറാണ്. ബുദ്ധി ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന ബുദ്ധി നമ്മുടെ കൗണ്ടർ പാർട്ടായിട്ട്, സൈക്കോളജിക്കൽ കൗണ്ടർ പാർട്ടായിട്ട് നമുക്കതിനെ ബുദ്ധി എന്ന് വിളിക്കാം. മഹത്ത് അല്ലെങ്കിൽ ബുദ്ധി. ഈ ബുദ്ധിയുടെ ഭാഗമായതുകൊണ്ട് തന്നെ ഒരു കാര്യം ഓർക്കുക, ഇത് സട്ടിലാണ്, വളരെ നിഗൂഢമായിട്ട് സൂക്ഷ്മമായിട്ടുള്ളൊരു വസ്തു എന്ന് പറയാൻ കഴിയില്ല. ഈ കോൺസെപ്റ്റിനെ വളരെ സൂക്ഷ്മമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഈ സൂക്ഷ്മമായിട്ടുള്ള മഹത്തിന് ഈ പറയുന്ന എന്താണ്, നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രകൃതിക്ക് ബോധം, കോൺഷ്യസ്നെസ് ഇല്ല. പക്ഷേ ഈ മഹത്തിലേക്ക് പുരുഷൻ്റെ റിഫ്ലക്ഷൻ, പുരുഷന് കോൺഷ്യസ്നെസ് ഉണ്ട്. അപ്പോൾ പുരുഷൻ്റെ റിഫ്ലക്ഷൻ ഈ പറയുന്ന മഹത്തിൽ തട്ടുകയും മഹത്തിന് ബുദ്ധി ഉള്ളതായിട്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ട് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ പ്രകൃതിക്ക് കോൺഷ്യസ്നെസ് ഉള്ളതായിട്ട് നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും. അതായത് ഇപ്പോൾ സൂര്യൻ്റെ പ്രകാശം കൊണ്ടാണ് ചന്ദ്രൻ ജ്വലിക്കുന്നത്. പക്ഷേ നമ്മൾ ആ സമയത്ത് ചന്ദ്രനെ കാണുന്നില്ല. സൂര്യൻ്റെ പ്രകാശം കൊണ്ടാണ് ചന്ദ്രൻ കാണുന്നത്. നമ്മൾ രാത്രിയിൽ സൂര്യനെ കാണുന്നില്ല, പകരം ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നതായിട്ട് കാണുന്നു. അപ്പോൾ ചന്ദ്രൻ്റെ സ്വന്തമായിട്ടുള്ള പ്രകാശമാണെന്നുള്ള ധാരണ വരാം. പക്ഷെ അങ്ങനെയല്ല, മറിച്ച് സൂര്യൻ്റെ പ്രകാശത്തെ ചന്ദ്രൻ റിഫ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേപോലെ ഈ മഹത്ത് എന്ന് പറയുന്ന സങ്കല്പത്തിന് പ്രകൃതിയുടെ ഭാഗമായതുകൊണ്ട് തന്നെ അതിന് കോൺഷ്യസ്നെസ് ഇല്ല, ബോധമില്ല. പക്ഷേ പുരുഷൻ്റെ ബോധം, ഈ പുരുഷനെ ബോധമുള്ളൂ, പുരുഷൻ്റെ റിഫ്ലക്ഷൻ മഹത്തിൽ തട്ടുന്നതോടുകൂടി അതിന് ഒരു കോൺഷ്യസ്നെസ് ഉള്ളതായിട്ട് സ്വയം അല്ലെങ്കിൽ നമുക്ക് അനുഭവപ്പെടുന്നു. സത്യത്തിൽ അതിന് കോൺഷ്യസ്നെസ് ഇല്ല, കോൺഷ്യസ്നെസ് ആകെ പുരുഷനേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ എവല്യൂട്ടായിട്ടുള്ള മഹത്തിൽ നിന്ന് രണ്ടാമത്തെ എവല്യൂട്ട് വരുന്നു അഹങ്കാരം അല്ലെങ്കിൽ ഈഗോ സെൻസ് എന്ന് പറയുന്ന, ഞാനെന്ന് പറയുന്ന. അവിടെ നിന്നാണ് വേർതിരിവ് തുടങ്ങുന്നത്. ഞാൻ, നിൻ്റെ, എൻ്റെ എന്ന് പറയുന്ന വേർതിരിവ്. ഈഗോ സെൻസ്, ഐനസ്, സെൽഫ് എന്ന് പറയുന്നത്, ഞാനെന്ന് പറയുന്ന അഹങ്കാരം, അതിനെയാണ് ഈഗോ എന്ന് പറയുന്നത്. ആ ഞാനെന്ന് പറയുന്ന അഹങ്കാരം, ഈഗോ എന്ന് പറയുന്നതും ഇത് ഈ ഓരോ മഹത്താണെങ്കിലും ഈഗോ ആണെങ്കിലും എല്ലാത്തിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 3 ഗുണങ്ങളുമുണ്ട്: സ്വാത്വിക ഗുണം, രജോ ഗുണം, തമോ ഗുണം. ഇനി ഈ അഹങ്കാരയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 3 ഗുണങ്ങളുണ്ട്: സ്വാത്വിക ഗുണം, രജോ ഗുണം, തമോ ഗുണം. അതുകൊണ്ട് തന്നെ അഹങ്കാരം നമുക്ക് 3ആയിട്ട് കണക്കാക്കാം. ചില പുസ്തകങ്ങൾ ഇതിനെ അടുത്ത എവല്യൂട്ടായിട്ട് അങ്ങ് കടന്നു പോവുകയാണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഇപ്പോൾ നമ്മുടെ ഈ ക്ലാസ്സിന് വേണ്ടി പിന്തുടരുന്നത് CD ശർമ്മയുടെ പുസ്തകമായതുകൊണ്ട് അതിനകത്ത് അഹങ്കാരെ 3ആയിട്ടാണ്, സ്വാഭാവികമായിട്ടും 3 ഗുണങ്ങളുള്ളതുകൊണ്ട് തന്നെ അഹങ്കാരെ 3 അഹങ്കാരങ്ങളായിട്ട് കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ആദ്യം സ്വാത്വിക അഹങ്കാര, 3 ഗുണം. അഹങ്കാരയിൽ 3 ഗുണം, മഹത്തിലും 3 ഗുണങ്ങളും ഉണ്ടാവും. സ്വാഭാവികമായിട്ട് അതിൻ്റെ രണ്ടാമത്തെ പ്രോഡക്റ്റ് ആയിട്ടുള്ള അഹങ്കാരയിലും 3 ഗുണങ്ങളുണ്ടാവും.
ആ 3 ഗുണങ്ങളിൽ സ്വാത്വിക അഹങ്കാരം നമ്മൾ ആദ്യം എടുക്കുകയാണ്. സ്വാത്വിക അഹങ്കാരം എന്ന് പറയുന്നത് നമ്മൾ കോസ്മിക് ആയിട്ട് നേരത്തെ ഒരു യൂണിവേഴ്സൽ ആസ്പെക്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് മനസ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. നമ്മൾ മനസ്സെന്ന് പറയുന്ന സങ്കല്പം അതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന രൂപം നൽകുന്നു. അതേപോലെ തന്നെ 5 സെൻസ് ഓർഗൻസ്, ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 സെൻസ് ഓർഗൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൗത്ത്, വായ്, ചെവി, മൂക്ക്, കണ്ണ്, ത്വക്ക്, ഇങ്ങനെ പറയുന്ന നമുക്ക് 5 ഇന്ദ്രിയങ്ങളാണുള്ള പഞ്ചേന്ദ്രിയങ്ങൾക്ക് രൂപം നൽകുന്നു. അതേപോലെ തന്നെ 5 മോട്ടോർ ഓർഗൻസ്, കർമ്മേന്ദ്രിയങ്ങൾ, നമ്മൾ കർമ്മം ചെയ്യാൻ ഉപയോഗിക്കുന്ന 5 ഇന്ദ്രിയങ്ങൾ, അതായത് നടക്കുവാൻ ഉപയോഗിക്കുന്ന നമ്മുടെ കാലുകൾ, കൈ, എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന കൈ, അതേപോലെ വായ്, സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനും ഉപയോഗിക്കുന്ന വായ്, അതേപോലെ ഏനസ്, നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള വേസ്റ്റുകൾ പുറത്തേക്ക് തള്ളാനായിട്ട് ഉപയോഗിക്കുന്ന ഏനസ്, അതോടൊപ്പം തന്നെ സെക്ഷൽ ഓർഗന്, റിപ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന സെക്ഷൽ ഓർഗൻ. ഇങ്ങനെ 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും സ്വാത്വിക അഹങ്കാരം രൂപപ്പെടുത്തുന്നു. അപ്പോൾ ഇനി നേരത്തെ ഞാൻ സൂചിപ്പിച്ച മഹത്ത് അല്ലെങ്കിൽ ബുദ്ധി, അഹങ്കാര, മനസ്സ്, ഇത് 3ഉം ഇൻറ്റേർണൽ ഓർഗൻസ് അല്ലെങ്കിൽ അന്ധകരണയായിട്ടാണ് ഈ പറയുന്ന സാഖ്യ ഫിലോസഫി മനസ്സിലാക്കുന്നത്. വെസ്റ്റേൺ സൈഡിൽ നോക്കുകയാണെങ്കിൽ അവർക്ക് ബുദ്ധിയും മനസ്സും കോൺഷ്യസും എല്ലാവരും ഒറ്റ കാര്യമായിട്ടാണ് വെസ്റ്റേൺ ഫിലോസഫിയിൽ അല്ലെങ്കിൽ വെസ്റ്റേൺ സയൻസ് മനസ്സിലാക്കുന്നത്. ഭാരതീയ ദർശനങ്ങളിൽ ഈ പറയുന്ന അന്ധകരണ 3ആയിട്ടാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്: ബുദ്ധി, അഹങ്കാരം, മനസ്സ്. ഈ 3 കാര്യങ്ങൾ കറസ്പോണ്ടൻ്റായിട്ട് 3 രീതിയിലുള്ള നമുക്ക് അറിവെന്ന് നമുക്ക് അതിനെ പറയാൻ കഴിയില്ല, 3 രീതിയിലുള്ള ഭാവങ്ങൾ നമുക്ക് പകർന്നു നൽകുന്നു. ബുദ്ധി നമുക്ക് അറിയുവാനുള്ള, നോയിങ്ങിനുള്ള സാധ്യത ഉണ്ടാക്കി തരുന്നു. അഹങ്കാരം, വില്ലിങ്നെസ്, നമുക്ക് മനോഗതി ഉണ്ടാക്കി തരുന്നു. മനസ്സ് വികാരം, ഫീലിംഗ് ഉണ്ടാക്കുന്നു. അതായത് നോയിങ്, വില്ലിങ് ആൻഡ് ഫീലിംഗ്. ബുദ്ധി, അഹങ്കാരം, മനസ്സ്, ഇത് ഓരോന്നും നൽകുന്നു എന്നാണ് ഭാരതീയ ദർശനം അല്ലെങ്കിൽ സാഖ്യ ദർശനത്തിൽ കണക്കാക്കുന്നത്. നമ്മുടെ നേരത്തെ ഏതൊരു ക്ലാസ്സിൽ സൂചിപ്പിച്ച ഒരു കത്തിയുടെ അല്ലെങ്കിൽ നൈഫിൻ്റെ ഒരു കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ, നൈഫ് മൂർച്ചയുള്ളതാണ് എന്നുള്ള ഒരു അറിവ് നൽകുന്നത് നോയിങ്, ഈ ബുദ്ധിയിൽ നിന്ന്. കത്തി, ഇതൊരു കത്തിയാണെന്നും അത് മൂർച്ചയുള്ള ആയുധമാണെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ നോയിങ് ആസ്പെക്റ്റിലൂടെ നമുക്ക് ബുദ്ധി പകർന്നു നൽകുന്നു. അതേപോലെ തന്നെ ഫീലിംഗ്, 3ാമത്തെ ഭാഗമായിട്ട് മനസ്സ് അതിനെ തൊട്ട് അതിൻ്റെ സ്മൂത്ത്നെസ്സോ അല്ലെങ്കിൽ മൂർച്ചയോ അറിയാനൊക്കെ നമ്മളെ സഹായിക്കുന്നു. ഇനി അതെങ്ങനെ പ്രയോഗിക്കണം, വില്ല്, ഈ പറയുന്ന കത്തി ഞാൻ ഏത് രീതിയിൽ പ്രയോഗിക്കണമെന്നുള്ളത് അഹങ്കാരം, എൻ്റെ അഹങ്കാരത്തിനനുസരിച്ചിട്ടാണ് ഞാനത് പ്രായോഗിക തലത്തിലേക്ക് എത്തുന്നത്, വില്ലിങ്നെസ്സിലേക്ക് എത്തുന്നത്. അപ്പം നമ്മുടെ മനസ്സിൽ തന്നെ അല്ലെങ്കിൽ പിന്നെ വെസ്റ്റേൺ ഫിലോസഫി അനുസരിച്ച് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ സയൻസിൻ്റെ ഒരു ആസ്പെക്റ്റിൽ പറയുകയാണെങ്കിൽ കോൺഷ്യസ്നസ്സിൻ്റെ 3 ഭാഗമായിട്ടാണ് നോയിങ്, വില്ലിങ്ങും ഫീലിങ്ങും പറയപ്പെടുന്നത്. പക്ഷേ ഭാരതീയ ദർശനത്തിൽ ഈ 3 സാഖ്യ ദർശനത്തിൽ ഇത് 3ആയിട്ട്, ബുദ്ധിയും അഹങ്കാരവും മനസ്സും 3ആയിട്ട് ഉള്ള സങ്കല്പമായതുകൊണ്ട് തന്നെ 3ഉം ബുദ്ധി നോയിങ്ങിനും, അഹങ്കാരം വില്ലിങ്ങിനും, മനോഗതിക്കും, മനസ്സ് ഫീലിംഗ്, വികാരങ്ങൾക്കും ഉള്ള അവസ്ഥയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ഇൻറ്റേർണൽ ഓർഗൻസ് എന്ന് വിളിക്കുന്നു. അതേപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും അതിനെ എക്സ്റ്റേണൽ ഓർഗൻസ്, അപ്പോൾ അല്ലെങ്കിൽ ഭാഗ്യകരണം. അപ്പോൾ മൊത്തമായിട്ട് നോക്കുകയാണെങ്കിൽ 13 ഓർഗൻസ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സാഖ്യ ദർശനത്തിൽ 13 ഓർഗൻസ്, 5 മോട്ടോർ ഓർഗൻസ് അല്ലെങ്കിൽ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, പിന്നെ ബുദ്ധി, അഹങ്കാരം, മനസ്സ്, ഇങ്ങനെ 13 ഓർഗൻസ് ഓഫ് നോളജ്, നമുക്ക് അറിയാനുള്ള 13 മാർഗങ്ങൾ അല്ലെങ്കിൽ രീതികളുണ്ടെന്നാണ് സാഖ്യ ദർശനം പറയുന്നത്. ഇനി രജോ അഹങ്കാരം, രജോ ഗുണത്തിൻ്റെ ഭാഗമായിട്ടുള്ള സാത്വിക അഹങ്കാരമാണ് നേരത്തെ നോക്കിയത്. ഇനി രജോ അഹങ്കാരം നമ്മൾ നോക്കുകയാണെങ്കിൽ കോസ്മിക് ആസ്പെക്റ്റിൽ അത് സ്വാത്വിക ഇതിനും സ്വാത്വിക പിന്നെ കമ്പോണൻസിനും അല്ലെങ്കിൽ തമോ കമ്പോണൻസിനും ചലനത്തിനുള്ള എനർജി സപ്പോർട്ട് നൽകുന്നു. അതായത് രജോ ഗുണത്തിൻ്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് ചലനം പ്രാവർത്തികമാക്കുക, ചലനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ വൈബ്രൻ്റ് ആയിട്ട് നിൽക്കുക എന്നുള്ളത്, അതുകൊണ്ട് ചുവപ്പ് കളർ അതിന് നൽകുന്നത് വൈബ്രൻ്റ്, എപ്പോഴും വൈബ്രൻ്റ് ആയിട്ട് നിൽക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന എനർജി സപ്ലൈ ചെയ്യുക, ചലനത്തിനുള്ള എനർജി സാത്വികത്തിനും തമോ ഗുണത്തിനും നൽകുക എന്നുള്ളതാണ് ഈ പറയുന്ന, അല്ലെങ്കിൽ
തമോ ഗുണത്തിൻ്റെ എവല്യൂഷണറി പ്രൊഡക്ഷനുള്ള എനർജി നൽകുകയാണ്. അതേപോലെ സാത്വിക ഗുണങ്ങളുടെ എവല്യൂഷന് പരിണാമത്തിന് വേണ്ടിയുള്ള എനർജി നൽകുക എന്നുള്ളതാണ് രജോ ഗുണത്തിൻ്റെ ആകെയുള്ളൊരു ധർമ്മം. സൈക്കോളജിക്കലി നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പറയുന്ന ചലനം, എല്ലാ വിധത്തിലുള്ള ചലനങ്ങളും അല്ലെങ്കിൽ ആക്ഷൻസും ആഗ്രഹങ്ങളും സ്വാഭാവികമായിട്ടും വേദന പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ സൈക്കോളജിക്കലി ഇറ്റ് ലീഡ്സ് ടു ഈവിൾ ഓർ പെയിൻഫുൾ ഡീഡ്സ് എന്ന് പറയുന്നത് എല്ലാ വിധത്തിലുള്ള വേദനകൾക്കും കാരണമാകുന്ന രജോ അഹങ്കാരത്തിൻ്റെ നിലനിൽപ്പായിട്ടാണ് കരുതപ്പെടുന്നത്. ഇനി തമോ അഹങ്കാരം നോക്കുകയാണെങ്കിൽ, കോസ്മിക്കായിട്ട് നോക്കുകയാണെങ്കിൽ അത് 5 സട്ടിൽ എലിമെൻറ്റ്സ് അല്ലെങ്കിൽ തന്മാത്രകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതേപോലെ തന്നെ 5 ഫിസിക്കൽ എലിമെൻസിനെയും ഈ തന്മാത്രകൾ 5 ഫിസിക്കൽ എലിമെൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. തന്മാത്രകൾ എന്താണെന്ന് ചോദിച്ചാൽ, സട്ടിൽ എലിമെൻറ്റ്സ് അല്ലെങ്കിൽ തന്മാത്ര എന്താണെന്ന് ചോദിച്ചാൽ അത് ഞാൻ പറഞ്ഞു കോൺസെപ്റ്റൽ ലെവലിൽ നമ്മൾ മനസ്സിലാക്കുക. വളരെ തന്മാത്ര എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സട്ടിൽ എന്ന് പറയുമ്പോൾ വളരെ എസെൻസ് ആയിട്ടുള്ള, വളരെ എന്താണ് സൂക്ഷ്മമായിട്ടുള്ള നേച്ചറിലുള്ള കാര്യത്തെ എലിമെൻറ്റിനെയാണ് തന്മാത്ര എന്ന് പറയുന്നത്. ഇപ്പോൾ ശബ്ദ തന്മാത്ര എന്തിനെ രൂപം നൽകുന്നു? ആകാശത്തിന് രൂപം നൽകുന്നു. ശബ്ദ തന്മാത്രയാണ് ആകാശത്തിന് രൂപം നൽകുന്നത്, തിരിച്ചല്ല. ആകാശം ശബ്ദ തന്മാത്രയ്ക്കല്ല, പകരം ഈ സട്ടിൽ എലിമെൻസിൽ നിന്നാണ് ഫിസിക്കൽ എലിമെൻറ്റ്സ്. പഞ്ചഭൂതങ്ങൾ ഈ പറയുന്ന തന്മാത്രയിൽ നിന്ന് രൂപപ്പെടുകയാണ്, അല്ലാതെ തിരിച്ച് പഞ്ചഭൂതങ്ങളിൽ നിന്ന് തന്മാത്ര രൂപപ്പെടുകയല്ല. പകരം ഈ സട്ടിലായിട്ടുള്ള വളരെ ഇതായിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള തന്മാത്രയിൽ നിന്ന് ഫിസിക്കൽ എലിമെൻ്റുകൾ ആയിട്ടുള്ള പഞ്ചഭൂതങ്ങൾ രൂപപ്പെടുകയാണ്. അപ്പോൾ ശബ്ദ തന്മാത്രയിൽ നിന്ന് ആകാശം രൂപപ്പെടുന്നു. ആകാശത്തിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം സൗണ്ടാണ്. സ്പർശ തന്മാത്രയിൽ നിന്ന് വായു രൂപപ്പെടുന്നു. വായു എന്ന് പറയുമ്പോൾ അതിനകത്ത് സൗണ്ടും ടച്ചും രണ്ടും, നമുക്ക് സ്പർശവും ഉണ്ടാവും ശബ്ദവും ഉണ്ടാവും. മൂന്നാമത്തായിട്ടുള്ള രൂപതന്മാത്രയിൽ നിന്ന് അഗ്നി രൂപപ്പെടുന്നു. രൂപതന്മാത്രയിൽ അപ്പോൾ മുകളിൽ പറഞ്ഞ 2 ഗുണങ്ങളും പിന്നെ കൂടാതെ ഈ പറയുന്ന രൂപം എന്ന് പറയുന്ന ഗുണവും ഉണ്ടാവും. അപ്പോൾ സൗണ്ടും ടച്ചും അതേപോലെ തന്നെ ഈ പറയുന്ന വിഷൻ, കാഴ്ചയോടെ ഉണ്ടാകുന്നു അഗ്നിക്ക്. രസതന്മാത്ര വെള്ളത്തിന് രൂപം നൽകുന്നു. അപ്പോൾ രസതന്മാത്രയിൽ ഈ പറയുന്ന നേരത്തെ സൂചിപ്പിച്ച 3 ഗുണങ്ങളും അതോടൊപ്പം രസം, ടേസ്റ്റ് എന്ന് പറയുന്ന 4 ഗുണങ്ങളും വെള്ളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. 5ാമത്തെ ഗുണമായിട്ടുള്ള ഗന്ധതന്മാത്രയിൽ നിന്നാണ് ഭൂമി രൂപപ്പെടുന്നത്. അപ്പോൾ ഗന്ധതന്മാത്രയിൽ ഈ പറയുന്ന രുചി കൂടാതെ മണക്കാനൂടെ, അപ്പോൾ ശബ്ദം, ടച്ച്, ഈ പറയുന്ന കാഴ്ച, വിഷൻ, ടേസ്റ്റ്, അതേപോലെ സ്മെല്ല്, ഇത് 5 ക്വാളിറ്റീസ്, 5 ഗുണങ്ങളും നമുക്ക് ഈ പറയുന്ന എർത്ത് എന്ന് പറയുന്ന 5ാമത്തെ പഞ്ചഭൂതത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ 5 അല്ലെങ്കിൽ ഈ പറയുന്ന തന്മാത്രകളുടെ വ്യത്യസ്തമായിട്ടുള്ള കോമ്പിനേഷൻ പ്രകാരമാണ്. തന്മാത്രയിൽ സ്വാഭാവികമായിട്ടും 3 ഗുണങ്ങളും ഉണ്ട്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. എല്ലാ എവല്യൂട്ടിലും ഈ പറയുന്ന പല ഏറിയും കുറഞ്ഞുമുള്ള വ്യത്യസ്തമായിട്ടുള്ള അളവുകളിലുള്ള രജോ ഗുണവും തമോ ഗുണവും ഈ പറയുന്ന പിന്നെ ഇതും ഉണ്ടാവും. പിന്നെ രജോ ഗുണം, തമോ ഗുണം, സാത്വിക ഗുണവും ഉണ്ടാവും. ഈ തമോ അഹങ്കാരയിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതിനകത്തും ഏറെക്കുറെ ഈ പറയുന്ന സാധ്യതകൾ, ഈ പറയുന്ന മറ്റ് ഗുണങ്ങളുടെ സാധ്യതകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഏറിയോ കുറഞ്ഞോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് എൻ്റെ വായിൽ നിന്ന് അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത്. കാരണം ഇതെല്ലാം പ്രകൃതിയുടെ തന്നെ പ്രോഡക്റ്റ്സ് ആണ്. പ്രകൃതിയിൽ അടിസ്ഥാനപരമായിട്ട് ഈ 3 ഗുണങ്ങളും എപ്പോഴും പ്രകൃതിയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രകൃതിയുടെ എവല്യൂഷനിലെ എല്ലാ പ്രോഡക്റ്റ്സിലും ഇത് 3ഉം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ഈ എവല്യൂഷനെ നമുക്ക് നോക്കുകയാണെങ്കിൽ 3 മൊത്തത്തിൽ 24 പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ കാറ്റഗറീസ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 24 കാറ്റഗറീസ് എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ, പുരുഷനെ മാറ്റി നിർത്തുക തൽക്കാലം. 1 പ്രകൃതി, 2 മഹത്ത്, പ്രകൃതിയിൽ നിന്ന് മഹത്ത് രൂപപ്പെടുന്നു അല്ലെങ്കിൽ ബുദ്ധി രൂപപ്പെടുന്നു, ബുദ്ധിയിൽ നിന്ന് അഹങ്കാരം രൂപപ്പെടുന്നു, 3 ഇനി 4 തൊട്ട് 14 വരെ സ്വാത്വിക അഹങ്കാരത്തിൽ നിന്ന് മനസ്സും 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും രൂപപ്പെടുന്നു. 15 തൊട്ട് 24 വരെയുള്ളത് തമസ് അഹങ്കാരത്തിൽ നിന്ന് 5 തന്മാത്രയും 5 ഭൂതങ്ങളും രൂപപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെ 24 ഈ പറയുന്ന പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ തത്വങ്ങളും അതോടൊപ്പം തന്നെ പുരുഷനും ചേർത്തിട്ട് മൊത്തത്തിൽ 25 തത്വങ്ങളാണ്
അടിസ്ഥാനപരമായിട്ട് 2 തത്വങ്ങളേ ഉള്ളൂ, എവർലാസ്റ്റിംഗ് ആയിട്ട് 2 തത്വങ്ങളേ ഉള്ളൂ, പ്രകൃതിയും പുരുഷനും. പക്ഷേ പ്രകൃതിയുടെ ഇവല്യൂഷൻ്റെ ഭാഗമായിട്ട് 25 പുരുഷൻ ഉൾപ്പെടെ 24+1 25 തത്വങ്ങളാണ് സാഖ്യദർശനം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ പറയുന്ന എവല്യൂഷൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് എല്ലാ പുരുഷനെയും ആത്മജ്ഞാനത്തിലേക്ക് അല്ലെങ്കിൽ മോക്ഷം നേടുക, ഈ പറയുന്ന പ്രകൃതിയിൽ നിന്ന് മാറിയിട്ട് എൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു കോൺഷ്യസ്നെസ്, ഞാൻ ഈ പ്രകൃതിയായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്ന തത്വം തിരിച്ചറിയുക എന്നുള്ളതാണ് എവല്യൂഷൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന സാഖ്യദർശനത്തിൻ്റെ ഇവല്യൂഷണറി തിയറിയെ അല്ലെങ്കിൽ പരിണാമ സിദ്ധാന്തത്തെ പ്രകൃതി പരിണാമവാദം എന്നാണ് പറയുന്നത്. കാരണം പ്രകൃതിയാണ് പരിണമിച്ചുകൊണ്ടിരിക്കുന്നത്. പുരുഷൻ മൂകസാക്ഷിയാണ്. പുരുഷന് യാതൊരു വിധത്തിലുള്ള ഈ പറയുന്ന മാറ്റവും സംഭവിക്കുന്നില്ല. ഇപ്പോൾ ഒരു മരണത്തിൽ പോലും, ഇപ്പോൾ നമ്മളൊരു സോളെന്ന് പറയുന്ന ബോഡിയിൽ സോളെന്ന് പറയുമ്പോൾ സാധാരണ നമ്മുടെ ദർശനങ്ങളിൽ കരുതപ്പെടുന്നത് ആ സോളെന്ന് പറയുന്നത് മറ്റൊരു ബോഡിയിലേക്ക് മാറും എന്നുള്ള സങ്കല്പത്തിന് പകരം ഇവർ സാഖ്യം മുന്നോട്ട് വയ്ക്കുന്നൊരു കാഴ്ചപ്പാട് സട്ടിൽ ബോഡിയും ഗ്രോസ് ബോഡിയും ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന സൂക്ഷ്മ ശരീരം അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരുകൂടെ നൽകുന്നുണ്ട്, സൈൻ ബോഡി എന്നുള്ള അർത്ഥത്തിൽ സൈൻ ബോഡിയാണ് മറ്റൊരു ശരീരത്തിലേക്ക് മാറുന്നത്. ഇപ്പോൾ ഒരു ആക്ടർ ഒരു വസ്ത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തിൽ നിന്ന് മറ്റൊരു കഥാപാത്രത്തിലേക്ക് മാറുന്നത് പോലെ ഈ പറയുന്ന ശരിക്കും പുരുഷനല്ല മാറുന്നത്. പുരുഷൻ മാറി നിന്ന് എല്ലാത്തിനും മൂകസാക്ഷിയാണ്. ഈ പറയുന്ന നമ്മുടെ സൈൻ ബോഡി സൂക്ഷ്മ ശരീരമാണ് ഒരു ശരീരത്തിൽ നിന്ന് മരണത്തിന് ശേഷം ഈ ആത്മജ്ഞാനം ലഭിച്ചിട്ട് അല്ലെങ്കിൽ മോക്ഷം ലഭിച്ചിട്ടില്ലെങ്കിൽ മറ്റൊരു ശരീരത്തിലേക്ക് പോകുന്നത്. പുരുഷൻ എപ്പോഴും മാറി നിന്നതെല്ലാം കാണുന്നത് ഈ സൂക്ഷ്മ ശരീരം അങ്ങോട്ട് പോകുന്നത് ഇങ്ങോട്ട് പോകുന്നത്, സൂക്ഷ്മ ശരീരം സ്ഥൂല ശരീരം അല്ലെങ്കിൽ ഗ്രോസ് ബോഡിയിൽ ജീവിക്കുന്നതൊക്കെ പുരുഷൻ കാണും. പുരുഷൻ എപ്പോഴും മാറി നിന്നുകൊണ്ട് ഒരു വിറ്റ്നസ് മാത്രമാണ്, അത് പ്യുവർ ബോധമാണ്, കോൺഷ്യസ്നസ് ആണ്. പക്ഷേ ഈ പ്രകൃതിയുടെ മഹത്തിൽ ഇതിൻ്റെ നിഴൽ വീഴുന്നതോടുകൂടി കോൺഷ്യസ്നെസ് ഉണ്ടെന്ന് പ്രകൃതി സ്വയം ധരിക്കുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ബാക്കി അഹങ്കാരം, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ബൈ പ്രോഡക്റ്റ് കാര്യങ്ങളെല്ലാം വരുന്നതും ഇവല്യൂഷൻ സംഭവിക്കുന്നു. പക്ഷേ ആത്യന്തികമായിട്ട് പുരുഷൻ ഇതിനകത്തൊന്നും ഇൻവോൾവ് അല്ല, പുരുഷൻ കാഴ്ചക്കാരനായിട്ട് നിൽക്കുകയാണ്. ഇനി പുരുഷൻ എന്ന് ഈ ഓരോ പുരുഷനും അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സോൾസും എന്ന് തിരിച്ചറിയുന്നു ഞാൻ പ്യുവർ കോൺഷ്യസ്നെസ് ആണെന്ന് പറയുന്ന ആ തിരിച്ചറിവ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് മോക്ഷം ലഭിക്കുന്നു. അപ്പോൾ ഇതിനെയാണ് പ്രകൃതി പരിണാമവാദം എന്നുള്ള സാഖ്യ ദർശനം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഈ പരിണാമവാദത്തിൽ ചില അടിസ്ഥാന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇതിനെ എതിർക്കുന്നവർ, പ്രത്യേകിച്ച് ബുദ്ധിസവും അതിനുശേഷമുള്ള മറ്റ് സിസ്റ്റംസ്, ന്യായദർശനമാണ്, സാങ്കേതിക ദർശനമാണ്, വേദാന്ത ദർശനമൊക്കെ ആണെങ്കിലും ഈ പറയുന്ന കാഴ്ചപ്പാടിന് പ്രകൃതി പരിണാമവാദത്തിന് ഒരുപാട് ക്രിട്ടിസൈസ് അല്ലെങ്കിൽ അതിനെ എതിർപ്പുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാരണം എവല്യൂഷൻ തുടങ്ങണമെങ്കിൽ ആദ്യം പറഞ്ഞു പ്രകൃതിയും പുരുഷയും 2 സങ്കല്പങ്ങളാണ്. പുരുഷന് ചലനമില്ല, പ്രകൃതി നിരന്തരമായിട്ട് ഉള്ളിൽ തന്നെ, കാരണം രജോഗുണം ഉള്ളതുകൊണ്ട് തന്നെ ചലനാത്മകമാണ്. അപ്പോൾ എങ്ങനെ പുരുഷൻ പ്രകൃതിയുടെ അടുത്തേക്ക് വരും എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ട്. പ്രകൃതിയുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ എവല്യൂഷൻ തുടങ്ങാൻ കഴിയുള്ളൂ. അപ്പോൾ ഇങ്ങനെ പറയുന്ന ഒട്ടനവധി ആശയങ്ങൾ മുന്നോട്ടുള്ളത്. അപ്പോൾ അല്ലെങ്കിൽ തന്നെ ശരിക്കും എവല്യൂഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പുരുഷൻ പ്യുവർ കോൺഷ്യസ്നെസ്സിലാണ്. എന്നാൽ പിന്നെ എവല്യൂഷൻ്റെ ആവശ്യം എന്താണ്? ഇങ്ങനെ പറയുന്ന പല രീതിയിലുള്ള അന്വേഷണങ്ങൾ അല്ലെങ്കിൽ ക്രിറ്റിസിസം പ്രത്യേകിച്ച് വേദാന്ത ഭാഗങ്ങളിൽ ഇന്ന് ഏറ്റവും ഡോമിനൻ്റ് ആയിട്ടിരിക്കുന്ന വേദാന്ത ഫിലോസഫിയാണ്. നമ്മൾ ലഭിക്കുന്ന പുസ്തകങ്ങളെല്ലാം വേദാന്ത ഫിലോസഫി, വേദാന്ത കാഴ്ചപ്പാടിൽ നിന്നുള്ളതാണ്. അപ്പോൾ അവരൊക്കെ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ഒരു ക്രിട്ടിസൈസ് ചെയ്യുന്ന ഭാഗം ഇതാണ്, ഈ പ്രകൃതി പുരുഷ സങ്കല്പത്തിൽ. പക്ഷേ നമ്മൾ യോഗ ഫിലോസഫിയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പുരുഷന് പ്യുവർ കോൺഷ്യസ്നെസ് ആണെന്നുള്ള ബോധത്തിൽ, ഞാൻ പ്രകൃതിയുമായിട്ട് യാതൊരു വിധത്തിലും ബന്ധപ്പെട്ട് നിൽക്കുന്നതല്ല എന്നുള്ള ബോധത്തിലേക്ക് എങ്കിൽ മാത്രം മോക്ഷം ലഭിക്കുകയുള്ളൂ. ആ മോക്ഷം അല്ലെങ്കിൽ സമാധി ലഭിക്കുകയുള്ളൂ. എനിക്ക് യാതൊരു വിധത്തിലും പ്രകൃതിയുമായിട്ട് ഒരു ബന്ധവുമില്ല, ഞാൻ വെറും മിയർ സ്പെക്ടേറ്റർ കാഴ്ചക്കാരൻ, ഒരു സാക്ഷി മാത്രം, മൂക സാക്ഷി മാത്രമാണെന്നുള്ള തിരിച്ചറിവ് എങ്ങനെ നേടാം എന്നുള്ളതാണ് യോഗ പഠിപ്പിക്കുന്നത്. അപ്പോൾ യോഗയിൽ കൂടി നമ്മൾ ലക്ഷ്യമാക്കുന്നത് ഈ പറയുന്ന പുരുഷൻ പ്യുവർ കോൺഷ്യസ്നെസ് ആണെന്നുള്ള തിരിച്ചറിവ് രൂപപ്പെടുത്താനുള്ള സാധ്യതയാണ് യോഗ ദർശനം. പ്രാക്ടിക്കലായിട്ട് അതെങ്ങനെ സാധ്യമാവും എന്നുള്ളതാണ് യോഗ ദർശനം പരിശോധിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നത്തേക്ക് ഇത് മതിയാവും. നന്ദി, നമസ്കാരം.